ഇറാന്റെ നേവി കമാൻഡർ ഷെറാൻ ഇറാനിയുടെ പ്രസ്താവനയാണ് ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അമേരിക്കക്കെതിരെ ഇത്രയും കടുത്ത രീതിയിലൊരു പ്രസ്താവന ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇതാദ്യമായിട്ടാണ്. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആയുധങ്ങൾ തങ്ങൾ പുറത്തെടുക്കാൻ പോവുകയാണ്. ശത്രുക്കൾക്ക് ഹൃദയാഘാതമുണ്ടാവാതെ സൂക്ഷിക്കണം എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നിലവിലെ ആത്മീയ നേതാവായിരിക്കുന്ന മുജ്തബ അലി ഖംനായുടേതായിരിക്കുന്ന പ്രസ്താവന പുറത്തു വന്നതിനോടനുബന്ധിച്ചാണ് ഈ പ്രസ്താവന എന്നുള്ളത് ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. യുദ്ധവിരാമത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലൊരു സൂചന മുജ്തബ ഖമാനിയുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കുന്ന സമയത്താണ് ഷെറാൻ ഇറാനി പറഞ്ഞത് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആയുധങ്ങൾ ഞങ്ങൾ പുറത്തെടുക്കാൻ പോവുകയാണ് എന്നുള്ളത്. GCC മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷ ഈ വിഷയത്തോടനുബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് കൂട്ടി വായിക്കാവുന്നതാണ്. ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അമേരിക്കയ്ക്ക് സമീപം അഥവാ ശത്രുക്കളുടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ ഇത് സ്ഥാപിച്ചിരിക്കുന്നു. കടൽ പരപ്പായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാം. അമേരിക്കയെയും സഖ്യകക്ഷികളെയും ആശങ്കപ്പെടുത്തുന്ന തരത്തിലാണ് ഈ പ്രസ്താവന. ഒരു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്താവന പുറത്തു വന്നാൽ പിന്നീട് തൊട്ടടുത്ത് തന്നെ പ്രവൃത്തിയും പുറത്തു വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുന്നു അമേരിക്കയ്ക്ക്. എങ്ങനെയാണിത് അതായത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യമൊന്നും ലോകം നൽകിയിട്ടില്ല. കാര്യമെന്ന് പറഞ്ഞാൽ പറയുന്ന പ്രവൃത്തി അങ്ങനെ തന്നെ നടപ്പിലാക്കുന്ന വ്യക്തിയല്ല ഡൊണാൾഡ് ട്രംപ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇറാൻ്റെ സൈനിക ശേഷിയെക്കുറിച്ച് ഇപ്പോൾ വലിയ രീതിയിലുള്ള സംശയം ജനിപ്പിക്കുന്നു. ഇതുവരെ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനപ്പുറം എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലിന് അപ്പുറം എന്ത് ആയുധമാണ് പുറത്തെടുക്കാനുള്ളത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. പടുകൂറ്റൻ വാഹിനി കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക സ്ഥിരീകരിച്ചത്. 7 മിസൈലുകൾ നേരിട്ട് പതിച്ചു എന്നുള്ളതും അതിൻ്റെ നാശങ്ങളും നഷ്ടങ്ങളും യുദ്ധവാഹിനി കപ്പലിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ജോർജ് ബുഷ് അബ്രഹാം ലിങ്കൺ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അതിനു മുമ്പാണ് ജെറാർഡ് ആർഡ് ഫോർഡുമായിട്ട് ബന്ധപ്പെട്ട് 10 മാസമായി ഈ മേഖലയിലാണ്. അതായത് കൃത്യമായ രീതിയിൽ പ്രവൃത്തി നടത്താൻ പറ്റാത്ത വിധം അതിനും അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളുണ്ട്. അപ്പോൾ യുദ്ധക്കപ്പലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറാൻ അയക്കുന്ന മിസൈലിനെ പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ പ്രയാസം ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക അനുഭവിക്കുന്നതെന്ന് ചുരുക്കം. എന്താണ് ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പെട്രോളിയം വഹിച്ച് പുറത്തോട്ട് പോകുന്ന ഓർമസ് വഴി പുറത്തോട്ട് പോകുന്ന ഒരു കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടില്ല. ഒന്നൊക്കെ അത് തിരിച്ചു വിടുന്നു, അതല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നു. ഈ പ്രവൃത്തിയാണ് രണ്ടു കൂട്ടരും ചെയ്തത്. ഇറാൻ ചെയ്യുന്നതും അമേരിക്ക ചെയ്യുന്നതും. ഇറാൻ്റെ അടുത്ത് ഏകദേശം 5 കപ്പലുണ്ട് എന്ന് പറയുന്നു, അമേരിക്കയുടെ അടുത്ത് ഏകദേശം 3 കപ്പലുണ്ടെന്ന് പറയുന്നു. അതിൽ ഈ പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഖനികൾ ഈ എണ്ണക്കനി കുഴിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രീയപരമായ രീതിയിലും സാങ്കേതികപരമായിരിക്കും ചില വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന് സ്റ്റോറേജ് ഫുള്ളാവുക എന്നുള്ളതാണ്. സ്റ്റോറേജ് എന്ന് വെച്ചാൽ കുഴിച്ചെടുക്കുന്ന ഈ ഗൂഡ് ഓയിൽ അങ്ങനെ തന്നെ സ്റ്റോറേജിൽ സൂക്ഷിച്ചുകൊണ്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, അത് വിൽപ്പന നടത്തുന്ന പ്രവൃത്തിയാണ് ചെയ്യുക. ഗൂഡ് ഓയിലാണ് വിൽപ്പന നടത്തുക. പെട്രോളിയമായിട്ട് ശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയൊക്കെ അതാത് രാജ്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എണ്ണക്കിണറുകളുടെ ഉൽപ്പാദനം നിർത്താൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ രാജ്യവും അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്. ഉൽപ്പാദനം നിർത്തി കഴിഞ്ഞാൽ എണ്ണക്കിണർ തൂർന്നു പോകും. തൂർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണക്കിണറിൽ നിന്ന് പിന്നെ എണ്ണ കിട്ടൂല. അങ്ങനത്തെ പല പരീക്ഷണങ്ങളും കുവൈറ്റ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകം അനുഭവിച്ചതാണ്. എണ്ണക്കിണറിൽ തന്നെ തീ കൊടുത്തിരുന്നു. സദ്ദാം ഹുസൈൻ്റെ സൈനികർ എണ്ണക്കിണർ തീ കൊടുത്തു. ഒരു കൊല്ലമൊക്കെ എണ്ണക്കിണർ കുവൈത്തിൽ കത്തിക്കൊണ്ടേയിരുന്നു. അതിലും അവർക്ക് സന്തോഷം എന്നാണ് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണക്കിണർ അവിടെ നിലനിൽക്കും. എണ്ണയുടെ സാധനങ്ങൾ ഇങ്ങനെ നിർമ്മിക്കുന്നതിനനുസരിച്ച് കത്തിപ്പോവുകയാണല്ലോ. അപ്പോൾ അത് നിർമ്മാണം നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ അത് മൂടപ്പെട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിർമ്മാണം നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ അപ്പാടെ ഇല്ലാതായി പോകും എന്നുള്ളതാണ്. 1 വർഷം കഴിഞ്ഞതിന് ശേഷം 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം എണ്ണക്കിണറിലെ തീ അണഞ്ഞ സംഭവങ്ങൾ കുവൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് എപ്പോഴും കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നിർമ്മാണ പ്രവൃത്തി ഇപ്പോഴും നിർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റോറേജ് എല്ലാ ഭാഗത്തും ഫുള്ളായിരിക്കുന്നു. ഓർമസ് നിൽക്കുന്നതോട് കൂടിയിട്ട് ഇറാൻ്റെ കപ്പലിന് പുറത്തു പോകാൻ പറ്റില്ല, മറ്റ് അറേബ്യൻ രാജ്യങ്ങൾ പുറത്തു പോകാൻ പറ്റില്ല. കാരണം അവിടെ അമേരിക്കയുടെ ഉപരോധമുണ്ട്, ഇപ്പുറത്ത് ഈ ഇറാൻ്റെ ഉപരോധമുണ്ട്. ആ 2 ഉപരോധം ഭേദിച്ചുകൊണ്ട് പല കപ്പലുകളും ഈ പാകിസ്ഥാൻ്റെ സഹായത്തോടെയും മറ്റും വിൽപ്പന നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും കൃത്യമായിരിക്കുന്ന റൂട്ട് മാപ്പിലൂടെ ഇപ്പോൾ അങ്ങനെ വിൽപ്പന നടത്താൻ വേണ്ടി പറ്റുന്നില്ല.
അപ്പോൾ പിന്നെ രണ്ട് വഴികൾ: നിർമ്മാണം നടത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ നിർമ്മിക്കപ്പെട്ട ക്രൂഡ് ഓയിൽ കടലിലേക്ക് ഒഴുക്കി വിടുക. കടലിലേക്ക് ഒഴുക്കി വിടുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് അത് പിന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയം ഉണ്ടാകും. പിന്നെ രണ്ടാമത്തെ രീതി എന്ന് പറയുകയാണെങ്കിൽ കത്തിക്കുക എന്നുള്ളതാണ്. ഉൽപ്പാദനം പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ കത്തിക്കുക, അതും വലിയ പ്രശ്നം ഉണ്ടാവും. ഈ കടലിലേക്ക് ഒഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിന് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളുണ്ടാവും, വലിയ രോഗകാര്യങ്ങളുണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ 1, 2, 10, 100 ലക്ഷം മില്യൺ കണക്കിന് ലിറ്ററുകളാണ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ പാരിസ്ഥിതിക പ്രവർത്തകന്മാർ ഉയർത്തി നിൽക്കും. കടലിന് ആഘാതം ഇറാന് മാത്രമല്ല, ഇറാനോട് ചേർന്നുകൊണ്ട് കടൽ പരപ്പിലുള്ള അമേരിക്കയുടെ ഈ സൈനികർക്ക് അതുണ്ടാവും. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റുള്ള ജനങ്ങൾക്കുണ്ടാവും. മൊത്തത്തിൽ ഒരു പാരിസ്ഥിതിക പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇറാൻ ഇപ്പോൾ ആലോചിക്കുന്ന കാര്യം, അവരുടെ കപ്പൽ, എണ്ണ വഹിച്ച കപ്പൽ ഹോർമുസ് കടൽ കടന്നുകൊണ്ട് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച ആ മേഖലയിലൂടെ തന്നെ പോകുക, പിറകെ സൈനികരുമായിട്ട് കൃത്യമായി ഇത് ഏറ്റുമുട്ടലിന് ശേഷം ഈ കപ്പലിന് എന്തെങ്കിലും അപകട സംഭവിച്ചു കഴിഞ്ഞാൽ കടലിൽ താന്നു പോകുന്ന സമയത്ത് പെട്രോളിയം പുറത്തോട്ട് ഒഴുകും. അതിൻ്റെ പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം അമേരിക്കക്കാണെന്ന് ഓൾറെഡി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാരിസ്ഥിതിക കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അമേരിക്കയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർമ്മിക്കപ്പെട്ട പെട്രോളിയം വിൽപ്പന നടത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം തങ്ങൾക്ക് ഭാവിയിലുണ്ടാവും. അത് 1 വർഷമോ 2 വർഷമോ എന്നല്ല, നീണ്ട കാലഘട്ടത്തിൽ വരാൻ പോകുന്ന തലമുറയെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകും എന്നതിനാൽ ഞങ്ങളുടെ റൂട്ടുകൾ ക്ലിയറാണ്. ഞങ്ങൾക്ക് നേരെ പ്രതിരോധം ഉണ്ടാക്കുന്നവരെ പ്രതിരോധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ അവകാശത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തങ്ങളത് ചെയ്യുമെന്ന് പറയും. ഇതിൽ അമേരിക്ക ഇപ്പോൾ കുടിയിരിക്കുക. അമേരിക്കയുടെ ഭീഷണി സ്വരങ്ങളൊന്നും അല്ല ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ ഇറാൻ്റെ ഭീഷണി സ്വരം അങ്ങോട്ടുള്ളതാണ്. ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന രീതിയിലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധമുള്ള വല സൃഷ്ടിച്ചുകൊണ്ട് തങ്ങൾ ആക്രമിക്കും, വളഞ്ഞ് ആക്രമിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഇതുവരെ പുറത്തെടുക്കാത്ത ആയുധങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു വിവരങ്ങളും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരൊരു 200 കിലോമീറ്റർ ദൂരമുള്ള മിസൈൽ പുറത്തിറക്കുകയാണെങ്കിൽ പോലും അവരുടെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായി, ഇപ്പോഴാണെങ്കിൽ മുജ്തബ ഖമേനി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല, ആയത്തുള്ള അലി ഖംനായുടെ നേതൃത്വത്തിൽ അത് ഒരു ഉദ്ഘാടനം ചെയ്യുന്നതും അത് പരസ്യപ്പെടുത്തുന്നതും പ്രചരിപ്പിക്കുന്നതും ലോക വാർത്തയാക്കി കൊടുക്കുന്നതും അവരുടെ സ്വഭാവമാണ്. ഈ അടുത്ത കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല അവരുടെ കൈവശത്തിൽ ഏകദേശം ഈ 2000, 3000 തുടങ്ങിയിട്ട് 5000 മുതൽ 10000 വരെ ഉള്ളത് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 10000ൻ്റെ പ്രദർശനം നടന്നിട്ടില്ല. ഏകദേശം 4000, 5000 കിലോമീറ്റർ ഒക്കെ പ്രദർശനം നടത്തില്ല. 10000 കിലോമീറ്ററിൻ്റെ മിസൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ തെഹ്റാനിൽ നിന്ന് ഈ അമേരിക്കയുടെ മിയാമിയെ ആക്രമിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. 9000 ചില്ലാൻ കിലോമീറ്ററാണ് ഈ ഇറാനിൽ നിന്ന് മിയാമിയിലേക്കുള്ള ദൂരം. അവിടേക്ക് വരെ ആക്രമണം നടത്താൻ പറ്റുന്ന പാകത്തിലുള്ള മിസൈലിൻ്റെ നിർമ്മാണങ്ങളൊക്കെ ഈ ഇറാൻ നടത്തിയിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത്, സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല, അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ നേരിട്ട് അമേരിക്കയെ ആക്രമിക്കും. അമേരിക്കയും അത് അനുഭവിക്കണമെന്ന്, അമേരിക്കയുടെ ജനങ്ങളും അത് അനുഭവിക്കണം. തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളും ഗവൺമെൻറ്റും ബന്ധപ്പെട്ടവരും പ്രയാസം ബുദ്ധിമുട്ടും അനുഭവിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രയാസം ബുദ്ധിമുട്ട് മറ്റു ലോക രാജ്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന സമയത്ത് അമേരിക്കയുടെ ആളുകൾ ഇതൊന്നും അനുഭവിക്കാത്ത രീതിയിൽ ആസ്വദിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി പറ്റില്ല, ഇത് അനുഭവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് മിയാമിയിലേക്ക് ഒരു പക്ഷേ തെഹ്റാനിൽ നിന്ന് മിസൈൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. 10000 കിലോമീറ്റർ മിസൈൽ അവരുടെ കയ്യിലുണ്ട്. ഇനി 15000 കിലോമീറ്ററിൻ്റെ മിസൈലാണെങ്കിൽ അത് ഈ കൊറിയ നൽകാൻ തയ്യാറാണെന്ന് കിം ജോങ് ഉൻ ഈ അടുത്ത് തന്നെ പറഞ്ഞിട്ട്, ഏത് തരത്തിലുള്ള സഹായമാണോ ഇറാന് വേണ്ടത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ട്. ഈ കൊറിയയുടെ സൈനികർ തന്നെ ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു, പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ റഷ്യയുടെയും ചൈനയുടെയും സഹായ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഇറാനൊപ്പം വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അതിലെല്ലാം വലിയ ആശങ്കയുണ്ട്. ഈ ആശങ്ക നിലനിൽക്കുന്ന സമയത്താണ് ഒരു രണ്ടാമത്തെ യുദ്ധത്തിന് പടപ്പുറപ്പാടുമായിട്ട് അമേരിക്കയും ഇസ്രായേലും വലിയ രീതിയിലുള്ള സൈനികാഭ്യാസങ്ങളും ആയുധങ്ങൾ ഇറക്കുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിനിടയിൽ ഇപ്പോൾ മുജ്തബ അലി ഖംനായി പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഇപ്പോൾ ഈ നേവി കമാൻഡർ ഷെറാൻ ഇറാനി പറഞ്ഞതാണ് ലോക വാർത്തയിൽ ഇടം തേടിയിരിക്കുന്നത്. ശത്രുക്കൾ ഭയപ്പെടുന്ന ആയുധം, ഡ്രോണുകളും സംവിധാനങ്ങളും
അതിനപ്പുറമുള്ളതും തങ്ങളുടെ കൈവശത്തിലുണ്ട്. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആയുധങ്ങൾ ഞങ്ങൾ പുറത്തെടുക്കാൻ പോവുകയാണ്. ശത്രുക്കൾക്ക് ഹൃദയാഘാതം ഉണ്ടാവാതെ കാക്കണം, അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളത് മൊജ്തബ അലി ഖംനഈ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അത് ഗൗരവമുള്ള വിഷയമായിട്ട് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.